അത് വെളുത്തുപോയി എന്നാണ്, കാഴ്ച വരെ കെട്ടുപോയി എന്നാണ്. പിന്നെ എന്താ ഉണ്ടായത്? പിന്നെ ബിന്യാമീനെ നഷ്ടപ്പെട്ടു. യൂസുഫ് അലൈഹിസ്സലാം സ്വന്തം സഹോദരൻ ബിന്യാമീനെ, ചരിത്രം ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം, അവിടെ പിടിച്ചു വെച്ചു. അളവ് പാത്രം സഹോദരന്റെ പാത്രത്തിന്റെ ഉള്ളിലാക്കി അളവ് പാത്രം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചു. ആ വാർത്ത കേട്ടപ്പോ എന്താ അദ്ദേഹം പറഞ്ഞത്? ബൽ സവ്വലതുലക്കും അൻഫുസുകും അംറ, നിങ്ങൾക്ക് തോന്നി എന്തോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഫസബറുൻ ജമീൽ, ഞാൻ ക്ഷമിക്കാണ്. ആദ്യം പറഞ്ഞ അതേ മറുപടി. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, എന്താ? അസാ അയ്യതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം, എനിക്ക് അവരേക്ക് വീണ്ടും തിരിച്ചു കിട്ടും. അപ്പോ നിങ്ങൾ നോക്ക്, അദ്ദേഹം അതിൽ ചെയ്തത് എന്തോ? ഒന്ന് റബ്ബിനോട് പറഞ്ഞു, ഇന്നമാ അഷ്കു ബസ്നി വഹുസ്നി ഇലല്ലാഹ്, എന്റെ എല്ലാ സങ്കടവും വിഷമൊക്കെ ഞാൻ അള്ളാഹുവിനോട് പറയാം. അപ്പൊ നമുക്ക് അള്ളാഹുവോട് നിരന്തരം നഷ്ടങ്ങളെ കുറിച്ച് പറയാൻ പറ്റണം, ആവശ്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റണം, നേട്ടങ്ങളെ കുറിച്ച് പറയാൻ പറ്റണം. രാജ്യം അഭിമുഖീകരിക്കുന്ന ഇതുപോലത്തെ ഒരു പ്രതിസന്ധിയെ കുറിച്ച് എത്ര മിനിറ്റ് നമ്മൾ പഠിച്ചവനോട് പറഞ്ഞു? എത്ര മിനിറ്റ് നമ്മൾ പഠിച്ചവനോട് പറഞ്ഞു? രണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റണം. എന്താ? അസാ അയ്യതിയനി ബിഹിം ജമിഅ, എനിക്ക് അവരൊക്കെ തിരിച്ചു കിട്ടും. ഇതൊക്കെ തിരിച്ച് രണ്ടാമതിന്റെ ഒരു ശരി ദിശയിലേക്ക് വരുന്ന, പണ്ടത്തതിനേക്കാളും ഭദ്രമായ ഒരു ദിവസം ഇവിടെ വരാനുണ്ട് എന്ന ഉറച്ച പ്രതീക്ഷയുള്ളവർക്ക് മാത്രമേ ഈ രാഷ്ട്രത്തെ നിർമ്മിക്കാൻ പറ്റുള്ളൂ. രണ്ട് തെരഞ്ഞെടുപ്പ് തോൽക്കുന്നു, അല്ലെങ്കിൽ മറ്റു സംഗതികൾ സംഭവിക്കുന്നു, ഏറ്റവും വിശ്വസിച്ച് വിചാരിച്ച ഒരാൾ എവിടുക്കോ മാറി മറിയുന്നു, അപ്പോഴേക്ക് ഇങ്ങനെ നമ്മൾ ലോ പ്രഷർ ആകുന്ന, നമ്മൾ സങ്കടപ്പെടേണ്ടുന്ന ഒരു കാര്യമൊന്നുമില്ല. നെഞ്ചിൻ കൂട്ടിൽ ഇത്തരം നിലപാടുകൾ ഉറപ്പിച്ച ഒരു ജനപദത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരവും ഒന്നും യാതൊരു പ്രതിസന്ധിയും ഉണ്ടാക്കുന്ന കാര്യമല്ല. മാത്രമല്ല, സാധിക്കണതൊക്കെ ചെയ്യാം. അതാണ് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം ചെയ്തത്. യാ ബനി ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ അഖി, മക്കളെ ചെല്ലി നിങ്ങൾ ചെന്നിട്ട് യൂസുഫിനെ സഹോദരനെയും തെരയൂ, നിങ്ങൾ അന്വേഷിക്കൂ എന്ന് പറയുന്നു. വലാ തയസ്സൂ മിൻ റൗഹില്ല, നിരാശ പാടില്ല വിശ്വാസിക്ക്. വലാ തയസ്സൂ മിൻ റൗഹില്ല, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ചും അവൻ നൽകുന്ന സഹായത്തെ സംബന്ധിച്ചും ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത്. ഇന്നഹു ലാ യയ്സു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ സഹായത്തിൽ നിരാശ ഉണ്ടാവുള്ളൂ. ഇനി ഒന്നും നടക്കില്ലല്ലോ, പോയൊക്കെ പോയി, 2/3 ഭൂരിപക്ഷമായി സർവ്വ ഇവിടെ ഒന്നും നടക്കൂല, അല്ലേ? അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയ്ക്ക് ആർക്ക് എത്താൻ പറ്റുള്ളൂ? അവിശ്വാസത്തിന്റെ മനസ്സുള്ളവർക്ക് എത്താൻ പറ്റുള്ളൂ. എവിടെയും വിശ്വാസിക്ക് ഏറ്റവും ചെറിയ, ഏറ്റവും നിരാശ തോന്നുന്ന ഒരു കാര്യത്തിൽ പോലും ഏറ്റവും വലിയൊരു പ്രതീക്ഷയുടെ സാധ്യതയെ വിശ്വാസി വെച്ചു പുലർത്തുന്നതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ ഫലാ തകുൻ മിനൽ ഖാനിതീൻ, നിങ്ങൾ നിരാശരുടെ കൂട്ടത്തിൽ പെടരുത്. എന്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞു. എന്റെ കുട്ടിക്ക് 40 വയസ്സായി, ഇപ്പോൾ ആരെ കല്യാണം കേൾക്കുക, അല്ലേ? ഇനിയിപ്പോ ആരെ കല്യാണം കേൾക്കുക? ഞാൻ ഭരിക്കാൻ പോവാണ്. എന്റെ കുട്ടി വികലാംഗയാണ്, ഞാനാണ് അവളെ നോക്കുക, അല്ലേ? എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ആ റബ്ബർ തൊട്ടാ കത്തിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി എന്താ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? ഇതിലൂടെ NH വരാന്ന് പറഞ്ഞാൽ ഉള്ള മുതലൊക്കെ പോകണം. ഇനി എന്ത് ചെയ്യും? ഇതിന് ടെൻഷൻ ആവുകയാണ്, അല്ലേ? ഫലാ തഖ്നുത്, നീ ഒരിക്കലും നിരാശനാകരുത്. വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ല ളാലുൻ, പിന്നെ തെറ്റിയവർക്ക് മാത്രമേ, യഥാർത്ഥത്തിൽ വഴി തെറ്റിയവർക്ക് മാത്രമേ നിരാശ ഉണ്ടാവുള്ളൂ എന്നാണ്. വിശ്വാസിക്ക്, ഹൃദയത്തിൽ ഈമാനുള്ളവർക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയണം. അപ്പൊ എന്തു വേണ്ടി വരും? അതാണ് മറ്റൊരു കാര്യം, ക്ഷമയും കാത്തിരിപ്പുമാണ്. യഥാവിധിയുള്ള ക്ഷമയും കാത്തിരിപ്പും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടി വരും. മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതും ദ്രോഹിക്കപ്പെടുന്നതും